കോഴിക്കോട്ട് ഉണ്ടാക്കാനുള്ള ചേരുവകളാണ് ഇതെല്ലാം. 2 ടൈപ്പ് കോഴിക്കോട്ടുണ്ടാക്കും. ഗോതമ്പ് പൊടി വെച്ചും അരിപ്പൊടി വെച്ചും. ഒരു ഹാഫ് സബോള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം അരിഞ്ഞ് വെച്ചു. കുറച്ച് പരിപ്പും കുറച്ച് ഉഴുന്നും. റെഡ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇതെടുത്തിരിക്കുന്നു. ഓറഞ്ച് കളറ് പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, കുറച്ച് കായമാണ്. ഇത് ജീരകം ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതെല്ലാം കൂടെ മിക്സാക്കാം. ആദ്യം ഇത് വഴറ്റിയെടുക്കണം. എണ്ണയിൽ വഴറ്റിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അരിപ്പൊടി ഇതിലേക്ക് ഇടുന്നു. അരിപ്പൊടി 1 ഗ്ലാസ് എടുത്തു. ഒരു ഗ്ലാസ് എടുത്തു. തേങ്ങ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ചെറുതായിട്ട് ഒതുക്കിയെടുക്കണം. ചതച്ചെടുക്കുന്നു. ചതച്ചതും തേങ്ങ കൂടെ മിക്സിയിലിട്ടൊന്ന് വറുത്തെടുക്കുന്നു. തേങ്ങയും ജീരകവും ഒതുക്കിയെടുക്കും. ആവശ്യം ഉപ്പിടുന്നു. അതുപോലെ ഗോതമ്പ് പൊടിക്കകത്ത് ഉപ്പിട്ടു. പൊടിയിൽ വെള്ളം ഒഴിച്ച് കലക്കിയിടുന്നു. പാൻ അടുപ്പത്തിൽ ചൂടായി 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു. അത് ഇടുന്നു. ഉഴുന്നുപരിപ്പും പരിപ്പ് വഴറ്റി ഇത് ചുമക്കുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ ഉള്ളിലിടും. ചുമക്കാൻ തുടങ്ങി. ഇതിന് അവളെ കറിവേപ്പില പൊടിക്കകത്തൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും ഇതിലേക്ക് കുറച്ചിട്ട് നോക്കാൻ വെച്ചിട്ടുള്ള ഒഴിച്ച് കലക്കിയിടുക. കുറച്ചുകൂടെ ഉണങ്ങി ഉപ്പും വെള്ളം ചേർത്തിട്ട് ഗോതമ്പൊടി അതങ്ങനെ ചെയ്യുന്നില്ല. ഗോതമ്പൊടി വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നുള്ളൂ. അരിപ്പൊടിയും ചേർക്കും. കൊഴിച്ചിട്ട് കുറച്ച് മൂത്ത് ഈ ഗോതമ്പൊടിയിലേക്ക് ആവശ്യമായ കോരി ഇടുന്നു. ഇതിലേക്ക് 3 സ്പൂൺ കോരി ഇതിളക്കണം. അതിനുമുമ്പ് തേങ്ങയും പൊന്നിട്ട് ഈ ഗോതമ്പ് പൊടിക്കകത്തേക്ക് ഇടുന്നു. ഇതിൽ തേങ്ങയിട്ടിളക്കും. പൊടിക്കകത്ത് തേങ്ങയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും. ഇത് ഈ പാലിലേക്ക് ഇളക്കി വേവിച്ചത്. മാവ് കഴിച്ച് വേവിച്ചെടുക്കുന്നു. വെള്ളം പറ്റിക്കണം. ഉരുളാക്കി പുഴുങ്ങാളാണ്. ഉപ്പ് കൊണ്ടു നോക്കി ഉപ്പ് കുരകിൽ പൊടി ഇട്ടിട്ട് ഇളക്കാം. പഴിപ്പരുവായി ഈ തീ എടുത്തുന്നു.
ഇത് ചെറു ചൂടോടെ ചെറിയ ചെറിയ കൊഴുക്കട്ട പോലാക്കി വെക്കണം. സഹിക്കാവുന്ന ചൂടിൽ ഉരുട്ടി പുഴുങ്ങണം. ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഒരു ആവിയിൽ അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അതിൻ്റെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ അത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചിടാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉരുളയാക്കണം. ഗോതമ്പൊടി കൊണ്ടുള്ള ഉരുട്ടി കുഴച്ച് വെച്ചു. ഇനി ഇത് ബോളാക്കിയിട്ട് ആവിയിൽ വേവിച്ചിരുന്നു. പൊടി കൊണ്ടുള്ള കൊഴുക്കട്ട ഒട്ടി വെച്ചു. ഇനി രണ്ടും ആവിയിൽ പിഴുങ്ങും. ഗോതമ്പൊടിയുടെ 2, 4, 6, 8, 10, 6, 9, 10 അരിപ്പൊടിയുടെ കൂടുതലായി. വെള്ളം അടുപ്പത്ത് വെച്ചു ആവി വരാനായിട്ട്. ഈ അപ്പച്ചെമ്പിലേക്ക് ഒരു ഇല വെച്ചു പെറുക്കി വെക്കുന്നു. കൊട്ട പെറുക്കി വെച്ചു. ഇനി ഗോതമ്പിൻ്റെ കൂടെ രണ്ട് സൈഡിലായിട്ട് പെറുക്കി വെച്ചു. 10 മൂടി കൊഴുക്കട്ട അവിയേറ്റാൻ വെച്ചിട്ട് 20 മിനിറ്റായി. ബന്ധവും നോക്കാം. അരിയുടെ കൊഴുക്കട്ട ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. ഷുഗർ ഉള്ളവർക്കും കഴിക്കാം ഗോതമ്പ് കൊഴുക്കട്ട.